ഗുജറാത്ത് കലാപത്തിൽ ഒരു സ്ത്രീ പോലും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ വയറ് പിടിച്ചെടുത്ത് അതിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് ഇട്ട് കത്തിച്ചു എന്ന് പറഞ്ഞതൊക്കെ നുണയാണ്. മുസ്ലിങ്ങൾക്ക് നേരെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ കേട്ടത് മുഴുവൻ നുണയാണ് എന്നാണ് മലഹാർ ചേച്ചി പറയുന്നത്. നമുക്കൊന്ന് കാണാം. ചേച്ചിക്കുള്ള മറുപടി നമുക്ക് പച്ചയ്ക്ക് അങ്ങോട്ട് കൊടുക്കാം. ഏതോ ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കുത്തിയിട്ട് കുഞ്ഞിനെ എടുത്തിട്ടുള്ളൊരു ചിത്രം കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്നതാണ്. ഞാനും വിചാരിച്ചിരുന്നു ഇത്ര ഭീകരവാദികളാണല്ലോ ഈ RSS BJP, അങ്ങനെ തന്നെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം ഞാൻ 9 വർഷം റിസർച്ച് ചെയ്തു, പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തു, പാർട്ടിയെക്കുറിച്ച് പഠിച്ചു. നമുക്ക് ഈ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് ആ റിസർച്ച് ചെയ്തെന്ന് മനസ്സിലാക്കിയത് ഈ പറയുന്നതൊന്നുമല്ല വാസ്തവം, യാഥാർത്ഥ്യം വേറെയാണ്. അത് ചേച്ചി 9 വർഷം കൊണ്ട് പഠിച്ചെടുത്തത് എന്ത് ചാണകമാണെന്ന് എനിക്കറിയില്ല. ചാണകത്തിൽ നിന്നത് ഗ്യാസ് എടുക്കാമെന്നും പശുവിന്റെ മൂന്നിനടുത്ത് വാ കൊണ്ടുവച്ചിട്ട് ശ്വസിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും എന്നൊക്കെയാണോ ചേച്ചി പഠിച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഗോത്ര കലാപത്തിൽ 2000-നടുത്ത് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കൊല ചെയ്യപ്പെട്ട ആളുകളിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, ഒരുപാട് ഗർഭിണിയായ ആളുകളുണ്ട്. മുസ്ലിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അടക്കം ചെയ്യുകയാണ് ചെയ്യുക. അവരെ തീ കൊണ്ട് ചൂള വെക്കുന്ന പരിപാടിയൊന്നുമില്ല, അത് ഹൈന്ദവർ ചെയ്യുന്നതാണ്. അവർക്ക് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല എന്ന് മതം പഠിപ്പിക്കുന്നു. ബാബു ബജ്രംഗി അതുകൊണ്ടാണ് അവരെ ചുട്ടരിച്ചത് എന്ന ഒരു പ്രസ്താവന പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. ഈ BJPയും RSSും വലിയെന്തോ സംഭവമാണ് എന്ന് പറയുന്ന നിന്നെ പോലെയുള്ള ആളുകളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, പക്ഷെ മറുപടി തന്നേ വെക്കൂ. നിങ്ങൾ 9 വർഷം കൊണ്ട് പഠിച്ചെടുത്തിട്ടുള്ള ഗോത്ര കലാപം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു സംഘികളുടെ സിനിമയുണ്ട്, ചിലപ്പോൾ നിങ്ങൾ ആ ഒരു സിനിമ കണ്ടുകൊണ്ടാകും സംസാരിക്കുന്നുണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഓക്കെ, നമുക്ക് എന്തുകൊണ്ടാണ് വാജ്പേയി എന്ന് പറയുന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി BJPയിൽ നിന്ന് മാറിപ്പോയത് എന്നുള്ള ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം ഈ ഒരു സ്ത്രീക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം. Why did you submit your resignation to Mr. Bhandari? Were you also resigning from the party? No, I was not resigning from the party. I was resigning from the national executive. Why were you doing that? No, because of differences on the Ayodhya issue. What sort of differences? No, what happened on 6th of December at Ayodhya should not have happened at all. And we could not control those who assembled at Ayodhya. It was a failure on our part. We have expressed regret. But I thought that I was also responsible for creating an impression in the country. ഗുജറാത്ത് കലാപത്തിലും അയോധ്യ കലാപത്തിലും മനം നൊന്തുകൊണ്ടാണ് BJPയിൽ നിന്ന് മാറി നിന്നത് എന്നാണ് വാജ്പേയി പറഞ്ഞത്. നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചതും ഈ പറയുന്ന വാജ്പേയിയുടെ ചെറുമകളും ഒക്കെയാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ആളുകൾ രംഗത്ത് വന്നതാണ്. അന്ന് ഗോത്രയിലെ കലാപത്തിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ മൗനസമ്മതവും സമ്മതവും കൊടുത്തത് BJPയുടെ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് എന്നത് ചെയ്തു കൂട്ടിയ കൊലവിളിയെല്ലാം 3 ദിവസം ചെയ്തു കൂട്ടിയ കാടനായിട്ടുള്ള ബാബു ബജ്രംഗി പറഞ്ഞ വീഡിയോ ഇവിടെ പൊതുസമൂഹത്തിൽ കിടക്കുന്നുണ്ട്. യൂട്യൂബിൽ ഇന്ന് നോക്കിയാലും കാണാം. മനംനൊന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്നത് എന്നാണ് വാജ്പേയി പറഞ്ഞത്. ഇനി മൽഹാർ ചേച്ചി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. തന്നെയാണ് പാർട്ടിയിലേക്ക് പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഭാഗമാകാൻ തീരുമാനിച്ചത് പോലും അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കാണുന്നതോ നമ്മളെപ്പോഴും സത്യം ചിലപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ മാധ്യമപ്രവർത്തകരായാലും മനുഷ്യരായാലും ആരായാലും ഒരു സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളെങ്കിലും പറയണം എന്നുള്ളൊരാഗ്രഹമുള്ള ഒരാളാണ്. സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്രയും നാള് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊരു മാടമ്പള്ളി, അശ്വിൻ മാടമ്പള്ളിയോ അങ്ങനെ ഒരു യൂട്യൂബർ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. ഇവൻ 2 വീഡിയോസ് ഈ ഗോത്ര കലാപവുമായി ചെയ്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് മുൻപ്, ഒന്ന് കുറച്ച് ഇപ്പോ. ആ 2 വിഷയത്തിലും കൃത്യമായി അയാൾ BJP അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അയാൾക്ക് എവിടെ നിന്നാണ് ഈ ഒരു നുണയായിട്ടുള്ള ഓരോ തെളിവുകൾ കിട്ടുന്നത് എനിക്കറിയില്ല. അന്നത്തെ ജഡ്ജ്മെന്റ് കാണിച്ചുകൊണ്ടാണ് ഇന്നലെ അയാൾ ഒരു വീഡിയോ ഇട്ടത്. ആ ജഡ്ജ്മെന്റ് അടിസ്ഥാനത്തിലാണ് എങ്കിൽ പല ജഡ്ജ്മെന്റുകളും നമ്മൾ ഇവിടെ സത്യത്തിന് മുകളിലേക്ക് വെച്ചിട്ടുള്ള പല കാര്യങ്ങളുമാണ് എന്നുള്ളത് നമുക്കറിയാം. പല നുണകളും ജഡ്ജ്മെന്റുകളിലൂടെ കുത്തിക്കയറ്റുന്നതും നമ്മൾ കണ്ടിട്ടുള്ളത്. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. അത് കെട്ടിച്ചമച്ചതാണോ എന്നൊന്നും കോടതി നോക്കാറില്ല. പരമാവധി അത് വാദിക്കുന്ന ആളുടെ കഴിവ് പോലെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പൊ അശ്വിൻ മാടമ്പി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ കൊണ്ടുവന്നിട്ടുള്ള തെളിവ് എന്താണ്? അതൊരു ജഡ്ജ്മെന്റ് ആയിരുന്നു എന്നുള്ളതാണ്.
പക്ഷേ ഗോത്ര കലാപം 3 ടീമുകളായിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം പ്രൈവറ്റ് ആയിട്ട് നടത്തിയ ആ ഒരു ടീം കണ്ടെത്തിയതാണ് കൃത്യമായ തെളിവുകൾ. ബാബു ബജ്റാങ്കി എന്ന് പറയുന്ന ആ നാറി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് അയാൾ കണ്ടിട്ടില്ല. ആ പെട്രോൾ പമ്പിലെ ഒരു ജീവനക്കാരനുണ്ട്. ആ ജീവനക്കാരൻ പറഞ്ഞു 50,000 രൂപ ഞങ്ങൾക്ക് തന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മുസ്ലിങ്ങൾ പെട്രോൾ വാങ്ങി എന്നുള്ള നുണ പറഞ്ഞത് എന്നുള്ള കാര്യവും അവരുടെ വീഡിയോകളിലൂടെ നമ്മൾ കണ്ടതാണ്. ഇനി എത്ര മറച്ചു വെച്ചാലും അത് പൊന്തി വരിക തന്നെ ചെയ്യും. അശ്വിൻ മാടമ്പിയൊക്കെ ഈ ഒരു ചരിത്രത്തിനോട് നീതി പുലർത്തുമെന്നൊക്കെ ഞാൻ കരുതി. പക്ഷേ അയാളൊക്കെ എന്തിനാണത് നുണ പറഞ്ഞത് എനിക്കറിയില്ല. മനുഷ്യത്വം എന്നുള്ള കാര്യം നമ്മൾ സംസാരിക്കണം എന്നൊക്കെ ആ വീടിൻ്റെ ഇടയിൽ പറയുന്നത് കണ്ട് നിനക്ക് എന്ത് മനുഷ്യത്വമാണ് ഉണ്ടായത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായ തെളിവുകളുണ്ട്. തീ പിടിച്ചത് അകത്ത് നിന്ന് തന്നെയാണ് എന്ന് സയന്റിഫിക്കൽ എവിഡൻസ് ഉണ്ട്. എന്നിട്ട് പോലും നീ നുണകൾ പറഞ്ഞു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് നിന്നുണ്ടായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ ഒരു മുസ്ലിം വനിതയുടെ തട്ടം പിടിച്ച് മാറ്റുകയും സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ പണം കൊടുക്കാതെ വരികയും ചെയ്ത ഒരു പ്രശ്നം, അവിടെ നിന്നും ഉണ്ടായ ഒരു ചെറിയ കലഹം അതുണ്ട്. പക്ഷെ അവിടെ നിന്നും ഒരുപാട് മാറിയതിനു ശേഷം ഉണ്ടായ തീപിടുത്തം, പ്രത്യേകം ബോഗികളൊക്കെ എടുത്ത് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കൃത്യമാണ്. കാരണം ആ ബോഗികളിലാണ് തീപിടുത്തം ഉണ്ടായത്. ആ ബോഗികൾക്കുള്ളിൽ തീപിടുത്തം ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം അതിനകത്ത് സൂക്ഷിച്ചിരുന്ന മണ്ണെണ്ണയും മറ്റുള്ള കാര്യങ്ങളുമാണെന്ന് സയന്റിഫിക്കലി തെളിവുകൾ വെച്ചതാണ്. പിന്നെ BJPക്ക് വേണ്ടി ഫേവറായിട്ട് അത് അന്വേഷിപ്പിക്കാൻ BJP പരമാവധി ശ്രമിക്കില്ലേ? ഇതൊക്കെ എമ്പുരാൻ എന്ന സിനിമയിലൂടെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, എന്താണ് ഗുജറാത്തിൽ നടന്നതെന്ന് ചേച്ചിക്കൊന്ന് പറയാം. മാധ്യമധർമ്മം എന്താണെന്ന് കേൾപ്പിച്ചു കൊടുക്കാം. 2000-ഓളം ആളുകളെ കൊന്നുതള്ളിയ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം. ബിൽക്കിസ് ബാനു എന്ന സ്ത്രീയെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് മാറി മാറി പീഡിപ്പിച്ച ചരിത്രം. ഹിമ കൗസർ എന്ന ഗർഭിണിയെ പീഡിപ്പിച്ച ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം ശൂലത്തിൽ കുത്തിയെടുത്ത് അവളുടെ ശരീരത്തോടൊപ്പം തീവച്ച ചരിത്രം. എൻക്വയറി കമ്മീഷന് മുന്നിൽ ഹാജരായ ഹാരേൻ പാണ്ഡ്യ എന്ന ആഭ്യന്തരമന്ത്രി പോലും കൊല്ലപ്പെട്ട ചരിത്രം. ഈ ചരിത്രങ്ങളൊന്നും കെട്ടിച്ചമച്ചതല്ല, യാഥാർത്ഥ്യമാണ്. പല ആളുകളും തുറന്നു പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ചാനലിലൂടെ പറഞ്ഞിട്ടുള്ളത്. മൽഹാർ ചാച്ചിക്ക് അതൊന്നും കേട്ടാല് ആണ് പിടിക്കുന്നില്ല. BJPയിൽ അംഗത്വം കിട്ടിപ്പോയില്ല, എന്ത് ചെയ്യാനാ? അപ്പോ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചരിത്രമുണ്ട്. ഗോത്ര സംഭവം പറയാതെ ഗുജറാത്ത് കലാപം പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുക? ഒരാൾ ഒരു അടി കൊടുക്കുമ്പോഴാണ് തിരിച്ചൊരു അടി കൊടുത്തതിനൊരു റീസൺ, അത് എന്ത് റീസണാന്ന് മനസ്സിലാവും. എങ്ങനെയല്ലേ? അതെ അതെ അതെ. അതായത് അവിടെയുള്ള സ്ത്രീകള്, കുഞ്ഞുങ്ങള്, അവരെയൊക്കെ ഈ രീതിയിൽ കൊല്ലാനുള്ള പ്രധാനപ്പെട്ട കാരണം, ചൂഷണം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, പീഡിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഗോദ്രയിൽ ഉണ്ടായ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അക്രമത്തിന് പകരം ചോദിച്ചു എന്നുള്ള നുണ. ആ ഒരു നുണയാണ് എന്നാണ് ചേച്ചി പറയുന്നത്. കൊള്ളാം. അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ അത് നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അത് കോടതിയും പോലീസുകാരുമാണ് തീർപ്പാക്കേണ്ടത്. അല്ലാതെ 20,000 30,000 ആളുകൾ ഒരുമിച്ച് വന്ന് സ്ത്രീകളെയും കുട്ടികളെയും മാനഭംഗം പെടുത്തുകയും ചുട്ടുകൊല്ലുന്നതല്ല എൻ്റെ ചേച്ചി. അപ്പൊ നിങ്ങൾ പറയുന്നത് വെച്ചാണെങ്കിൽ അക്രമം പ്രോത്സാഹിപ്പിക്കണം, കോടതിയൊക്കെ നോക്കുകുത്തി ആയിക്കോട്ടെ എന്നുള്ളത്. കൊള്ളാം. നമ്മുടെ രാജ്യത്തിനെ പർപ്പസ്ഫുള്ളി ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അത് രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, അതിൽ ജാതി മതം രാഷ്ട്രീയമൊന്നും നോക്കാതെ ആളുകൾ പ്രതികരിച്ചിരിക്കുന്നത്, അമ്മമാര് പ്രതികരിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ബോധപൂർവം തകർക്കാൻ നോക്കുമ്പോഴാണ്. ഈ രാജ്യത്തെ ബോധപൂർവമല്ലാതെ മനഃപൂർവ്വം തന്നെ തകർത്ത ആളുകളാണ് സംഘി പരിവാർ എന്നുള്ളത് ആരും നിങ്ങൾക്ക് അറിയില്ല ചേച്ചി. എന്നിട്ട് ആ ഒരു പാർട്ടിയിൽ തന്നെ പോയി ചേർന്നല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന അവരുടെ കൂടെ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അതൊന്നും രാജ്യത്തിന് അപമാനമല്ല എന്നാണ് പറയുന്നത്. അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്തത് ഈ രാജ്യത്തിന് അപമാനമാണ്, അഭിമാനമാണ് എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയണം. ഗുജറാത്ത് കലാപത്തിൽ 58 പേർ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അത് കൊന്നു എന്ന് നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ ചുട്ടുകൊന്ന BJPയുടെ കൂടെ നിൽക്കുന്ന നിങ്ങളെ ഒന്നും വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചരിത്രം ചരിത്രമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെ BJP തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. ചേച്ചി അത് മനസ്സിലാക്കണം കേട്ടോ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്ന ആ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്ന നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് തന്നെ ഗുജറാത്ത് കലാപത്തിന്റെ ഇതിൽ ഇരയാക്കപ്പെടുന്ന ഒരു പയ്യൻ ഓടിപ്പോയി അവൻ രക്ഷപ്പെടുന്നത് പള്ളിയിലോ അമ്പലത്തിലോ അല്ല, അവൻ പോകുന്ന ലഷ്കർ എ തോയ്ബയുടെ സൈനിക ക്യാമ്പിലേക്കും അവരുടെ ടെററിസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ക്യാമ്പിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു ഗ്ലോറിഫൈ ചെയ്ത് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ യങ് ജനറേഷന് ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഏത് യങ് ജനറേഷനാണ് ആ രീതിയിൽ ചിന്തിച്ചിട്ടുള്ളത്? എൻ്റെ പൊന്നു ചേച്ചി, സിനിമ കണ്ട കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും.
ഇവിടെ നിന്നും ഈ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള നാനാഭാഗത്തു നിന്നുള്ള ആളുകളെ, കുട്ടികളെ പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള ആ തീവ്രവാദികളെ പിടിക്കാനാണ് ആർമിയൊക്കെ പോകുന്നതും അവിടെ നിന്ന് ആ പയ്യനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. കൃത്യമായി സിനിമയിൽ അത് കാണിക്കുന്നുണ്ടല്ലോ, രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. ഇവിടെ നിന്നും അടിമകളാക്കാൻ വേണ്ടി കൊണ്ടുപോയ തീവ്രവാദികളെ വധിച്ചുകൊണ്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രം ആ കുട്ടിയെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് ആ കുട്ടിക്കൊരു വാക്ക് കൊടുക്കുന്നുണ്ട്, നിന്റെ മാതാപിതാക്കളെ കൊന്ന അവരെ കൊല്ലാൻ നിന്റെ കൂടെ ഞാൻ നിൽക്കാം എന്നുള്ളത്. അതൊരു സിനിമയുടെ ഒരു കെട്ടിച്ചമച്ചൊരു കഥയായിട്ട് തന്നെ കുട്ടിക്കും അങ്ങനെ ഒരു കഥയായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. പല ആളുകളും പറയുന്നു ഗോദ്ര തീവെപ്പ്, അതേപോലെ തന്നെ ഗുജറാത്ത് കലാപം, ഇതെന്താ മുഴുവൻ കാണിക്കാഞ്ഞത് എന്നുള്ളത്. ഈ ഗോദ്ര കലാപം ഇനി ഏത് രീതിയിൽ ഉണ്ടായതാണെങ്കിലും എന്ത് രീതിയിലാച്ചാൽ ഉണ്ടാവട്ടെ, അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ മുസ്ലിങ്ങൾ ചെയ്തത് എന്നുള്ളതും അല്ലെങ്കിൽ ശരിയായ നിഗമന പ്രകാരം അത് തീവണ്ടിയുടെ നിന്നുണ്ടായ തീപിടുത്തമാണ് എന്ന് തന്നെ കൂട്ടട്ടെ. 59 ആളുകൾ മരിച്ചുപോയി. ഇവര് പകരം ചോദിക്കാൻ തന്നെ വന്നു എന്ന് തന്നെ കൂട്ടിക്കോ. നിങ്ങൾ വന്ന് ഒന്നും അറിയാത്ത ആളുകളെ അങ്ങ് കൊന്നുകൊല വിളിച്ചു. അതിൽ നിന്നും രക്ഷപ്പെട്ട ഒരു പയ്യനാണ് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ. ഓക്കെ, ഇവിടെ ഗോത്ര കലാപം എന്ത് സംഭവിച്ചു എന്ന് പറയേണ്ട കാര്യം ഈ ഒരു സിനിമ ചെയ്ത ആളുകൾക്ക് ഉണ്ടോ ഇല്ലയോ? നിങ്ങളൊന്ന് പറഞ്ഞേ. എനിക്ക് ആ ഒരു കലാപത്തിൽ എൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ കൂട്ടുക. ഞാൻ ആ കലാപം എന്തിനുണ്ടായി എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല അല്ലേ? എൻ്റെ പക അത് നാളെ മാറി അവനെ തീർക്കണം എന്ന രീതിയിലേക്ക് മാറുമ്പോൾ അത് ചെയ്യും. അതാണ് സിനിമ. സിനിമയിൽ അത്രയേ ഉള്ളൂ. വേറെ ഒന്നും കാണിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. അത് എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം. എഴുത്തുകാരന്റെ അടുത്തേക്ക് പോകാൻ പോലും പറ്റിയിട്ടില്ല, പേടിച്ചിരിക്കുക. അത് നമുക്ക് ഏറ്റവും വേദനിക്കുന്ന രംഗങ്ങളുണ്ട്. അത് സിനിമ ആയിട്ട് കണ്ടാൽ മതി. ഇപ്പൊ പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയെ വീണ്ടും റേപ്പ് ചെയ്യുന്ന ഒരു സീൻ വളരെ ബ്രൂട്ടലായിട്ട് കാണിച്ചിരിക്കുന്നു. അതൊക്കെ പല സിനിമയിലും വന്നിട്ടുണ്ട്. അതൊരു വിഷയമല്ല. സിനിമയിൽ അത്തരം രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് സിനിമ അതിന്റെ വഴിക്ക് പോകും. അത് നിങ്ങൾക്കൊരു സിനിമയായി കണ്ടാൽ മതിയല്ലേ? ഒരുപാട് സ്ത്രീകളെയാണ് ബലാത്സംഗം ചെയ്തു കൊന്നിട്ടുള്ളത്. ഈ സ്ത്രീയുടെ വയറ് കീറി അതിൽ നിന്നും ആ ഒരു കുഞ്ഞിനെ എടുത്ത് കത്തിച്ചു എന്നൊക്കെ ഈ ബാബു ബജറംഗിയെ പോലെയുള്ള നായിന്റെ മക്കൾ തുറന്നു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല. അതൊക്കെ സിനിമയായി നിങ്ങൾക്ക് കണ്ടാൽ മതി. ഗോത്ര കലാപം, ഗുജറാത്ത് കലാപം ഇങ്ങനെ കാണിച്ചു എന്നാണ് നിങ്ങളുടെ പ്രശ്നം. അവിടെ കൃത്യമായി മനുഷ്യത്വം എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ പൃഥ്വിരാജിനെ കൊണ്ട് കഴിഞ്ഞു. ഒരു സ്ത്രീയുടെ മേലേക്ക് കയറി വന്ന ആ നാറികളെ കുറിച്ച് കൊണ്ട് സിനിമ ചൂണ്ടിക്കാണിക്കുമ്പോൾ ബാബു ബജറംഗി എന്ന് പറയുന്ന നായിന്റെ മോൻ അത് തുറന്നു പറഞ്ഞപ്പോ നിങ്ങൾക്ക് അതൊന്നും കുഴപ്പമില്ല. ഈ സിനിമയിൽ ആ സീന് കാണിച്ചപ്പോൾ അതൊരു സിനിമയായി കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ ആ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ, BJP-യിൽ പിടിച്ചു നിൽക്കാൻ, BJP-യിൽ ഏതെങ്കിലും സ്ഥാനം അലങ്കരിക്കാൻ അവസരം കിട്ടുമെന്നുള്ള ആഗ്രഹം കൊണ്ട്, ആ ഒരു ആർത്തി കൊണ്ട് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാക്ക് അതൊരു സ്ത്രീ പോലും പറയാൻ പാടില്ല എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ ഇതിന് ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും അവർക്ക് രാത്രി പോലും ഉറങ്ങാൻ കഴിയില്ല. ഈ കാടന്മാരെ ദേഹത്ത് കയറി ഇറങ്ങിയത് അവരെ കുഞ്ഞുങ്ങളെ അടിച്ചു കൊന്നതും ചുട്ടു കൊന്നതും കണ്ട ആളുകളുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. 11 പേരെ കോടതി ശിക്ഷിക്കാൻ വിധിച്ചിട്ട് അവരെ വെറുതെ വിട്ടു എന്നുള്ളതാണ് ആ ഒരു സ്ത്രീ ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ഒരു മാനസിക സംഘർഷത്തിലൂടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത സീനുകളൊന്നും കാര്യമാക്കണ്ട എന്നുള്ളതാണ് ചേച്ചിയുടെ കണ്ടുപിടുത്തം. കൊള്ളാം. അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഈ മൊത്തത്തിലുള്ള ഒരു ഹിസ്റ്ററി സാധനം വെച്ച ആളുകൾ അളക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ കിട്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് ഹിന്ദുക്കളായ ആളുകൾ ഇത്രയും ചെയ്തിട്ടുണ്ടാകുമോ എന്നൊരു ചിന്ത വരും. ഒരു ഹിന്ദുവാണ് ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീയെ ഇത്രമാത്രം വീണ്ടും വീണ്ടും അവിടെ റേപ്പ് ചെയ്യുന്നത്. ആ ഒരു സാധനം കിടക്കും. അത് അവിടെ കിടക്കണത് കൃത്യമായി തെളിവുകളുണ്ട്. കൃത്യമായി ഞാനിത് ചെയ്തു എന്ന് പറയുന്ന ആളുകളുടെ വീഡിയോസ് ഇവിടെ കിടക്കുന്നുണ്ട്. ചേച്ചിയെ എത്ര നിങ്ങൾ നുണ പറഞ്ഞാലും ചരിത്രത്തിനെ നിങ്ങൾക്ക് മൂടി വെക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ സംഘികളാ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന ആ പാരമ്പര്യത്തിലുള്ള ആളുകളാ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാതെ മാപ്പ് എഴുതിക്കൊടുത്ത പാരമ്പര്യമുള്ള ആളുകളാണ്. അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ചേച്ചി. ചരിത്രത്തെ നിങ്ങൾ എങ്ങനെ മൂടി വെച്ചാലും അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. കെടാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ BJP-യുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനിക്കും, അതൊക്കെ അവസാനിക്കും ചേച്ചി. കാണാൻ കിടക്കുന്നേ പോലെ കുഞ്ഞുങ്ങളെ അമ്മമാരെ ഇത്ര നിഷ്ഠൂരമായിട്ട് കൊല്ലുന്നത്. അപ്പൊ അത് ജാതി തിരിച്ചവിടെ പറഞ്ഞിരിക്കും. കാരണം എല്ലാ ക്രിമിനൽ വില്ലന്റെ പേരും അതിനകത്ത് ഹിന്ദുക്കളാണ് ഈ സിനിമയിൽ. പക്ഷെ സിനിമ ചെയ്തിരിക്കുന്നത് ഹൈന്ദവരാണ്. ഇവിടെ ഇപ്പൊ ഹിന്ദു മുസ്ലിം പ്രശ്നമാണല്ലോ ഇവിടെ എല്ലാവരും എടുത്ത് ഇത് പറഞ്ഞ് പ്രശ്നമാക്കിയത്. ചേച്ചിക്ക് അതെന്താണ് അതിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ തലേ കയറാന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പറയാതെ പറഞ്ഞു പോയതല്ലേ ചേച്ചി? അതായത് ഹിന്ദുക്കളുടെ പേരാ പറഞ്ഞോട്ടെ. ഹിന്ദുക്കളായിട്ടുള്ള കുറെ നാറികൾ ചെയ്തത് തെറ്റല്ലേ? അവർ തുറന്ന് കാണിച്ചത്, അവർ തുറന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ സിനിമയിലൂടെ കാണിച്ചിട്ടുള്ളൂ. കൃത്യമായി എവിഡൻസ് വെച്ചുകൊണ്ടാവും. ഇപ്പൊ നാളെ ഒരു പ്രശ്നം വരികയാണെന്ന് മുരളി ഗോപി കാണിക്കും. ബാബു ബജറംഗി പറഞ്ഞ എവിഡൻസ് വീഡിയോ ഇതാ.
കൃത്യമായി അയാൾക്ക് ഇതിവിടെ സബ്മിറ്റ് ചെയ്യാൻ കഴിയും, ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇപ്പൊ ആന്റണി പെരുമ്പാവൂരിന്റെ വീട്ടിലേക്ക് ഇതാ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പൃഥ്വിരാജിന്റെ വീട്ടിലേക്ക്, ഗോകുലം ഗോപാലേട്ടന്റെ വീട്ടിലേക്ക്, അങ്ങനെ എല്ലാവരുടെ വീട്ടിലേക്കും നിങ്ങൾ ED അയക്കുമെന്ന് സിനിമയിലും പറഞ്ഞു. അത് യാഥാർത്ഥ്യമാണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഇനി ചരിത്രത്തെ മൂടി വെക്കാനും നോക്കണ്ട. സംഖ്യകൾ എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ നിങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. ഇവിടെ വിഘടിപ്പിച്ചിട്ട് ഭരിപ്പിക്കാമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ മുനമ്പ് വിഷയത്തിൽ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതെന്തായാലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ കാലം തന്നെ തെളിയിക്കും. എന്നതിന്റെ ശേഷം സംസാരിക്കാം. അതൊരു ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതായത് ചർച്ച് ബില്ല്, ദേവസ്വം ബില്ല്, അതേപോലെ തന്നെ വഖഫ് ബില്ല്. ആ ബില്ലുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ഇനിയും ഇങ്ങനെയുള്ള ആളുകൾ രംഗത്ത് വരും, നമുക്കറിയാം. അവർക്ക് വേണ്ടതൊക്കെ ഇപ്പൊ ജീവിച്ചു പോകാനുള്ള ആ ഒരു സ്റ്റെപ്പും ആ ഒരു സ്റ്റേജും ഒക്കെ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. നാളെയുടെ ആളുകൾ ഇവിടെ എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവർക്കൊരു വേവലാതി ആവലാതി ഒരു തേങ്ങാക്കൊലില്ല. ഓക്കെ, പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ്.